കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം പറയുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച സംസാരിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയാണ് ന്യായപ്രമാണ സംബന്ധമായി നമ്മൾ മരിച്ചത് എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് പറഞ്ഞു തുടങ്ങിയത്. ഒരു മനുഷ്യൻ എങ്ങനെയാണ് ന്യായപ്രമാണവുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്? ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പോലെ തന്നെയാണ് ഒരിക്കലും മരണത്താലല്ലാതെ വേർപിരിയാൻ പറ്റാത്ത ഒരു ബന്ധമാണ് ന്യായപ്രമാണവും നമ്മളും തമ്മിലുള്ളത് എന്ന് നമ്മൾ കണ്ടു. അതുകൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ന്യായപ്രമാണം എൻ്റെ ഭർത്താവായി വരികയും എനിക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ബന്ധമായി അത് മാറുകയും, രക്ഷപ്പെടാൻ പറ്റാത്ത ആ ബന്ധത്തിൽ എന്നെ തളയ്ക്കുകയും ഞാൻ മരണത്തിന് കീഴടങ്ങുകയും ചെയ്യും. കാരണം ന്യായപ്രമാണം എനിക്ക് മരണത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. കാരണം എനിക്ക് അനുസരിക്കാനുള്ള കഴിവില്ല, പ്രാപ്തിയില്ലാത്ത ഒരാളുടെ മേലാണ് ഈ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൻ്റെ ഹെവിനെസ് വരുന്നത്. അപ്പം അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? നല്ല ന്യായപ്രമാണമാണ് ലഭിക്കുന്നതെങ്കിൽ എൻ്റെ ജഡം ബലഹീനമായതുകൊണ്ട് ഞാൻ എപ്പോഴും മരണത്തെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഭർത്താവ് എൻ്റെ മേൽ വയ്ക്കുന്ന ഭർത്തൃ ന്യായപ്രമാണം അത് ഒഴിഞ്ഞു പോകുന്നതുമില്ല. അപ്പോൾ അതാണ് ന്യായപ്രമാണത്തെക്കുറിച്ച് പറയുന്നത്. ഓക്കെ, അപ്പോൾ നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചു ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവനാകേണ്ടതിന്, റോമാലേഖനം 7:4, നിങ്ങളും ക്രിസ്തുവിന്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു വഴിയായിട്ട് പറഞ്ഞിരിക്കുന്നത്, ഭർത്താവ് മരിക്കുകയല്ല, ന്യായപ്രമാണം മരിക്കുകയില്ല, ന്യായപ്രമാണം ഒരിക്കലും മരിക്കില്ല. ന്യായപ്രമാണത്തോട് ചേർന്നിരിക്കുന്ന ഭാര്യ മരിച്ചാലും ആ ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ള ആളായിട്ട് മാറാൻ പറ്റും. അപ്പോൾ ശരിക്കും ഈ പ്രമാണം നമ്മളെ എങ്ങനെ ബൈൻഡ് ചെയ്തിരിക്കുന്നു, അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ ഒന്നുകിൽ ഭർത്താവ് മരിക്കണം, അല്ലെങ്കിൽ ഭാര്യ മരിക്കണം, അല്ലെങ്കിൽ വിവാഹബന്ധം വേർപെടില്ല. അതുപോലെ നാം മരിച്ചിട്ടാണ് നമുക്ക് ഇതിൽ നിന്ന് വേർപാടുണ്ടാകുന്നത്. വീടായി. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൽ നമ്മൾ മരിക്കുമ്പോൾ നാം ന്യായപ്രമാണത്താൽ നിയന്ത്രിക്കപ്പെടേണ്ട പാപമനുഷ്യൻ ഇല്ലാതാവുന്നു. ഇനി കൃപയാൽ നിയന്ത്രിക്കപ്പെടേണ്ട പുതിയ മനുഷ്യൻ, കൃപ വാഴേണ്ട പുതിയ മനുഷ്യനാണ് സൃഷ്ടിക്കപ്പെടുന്നത് എന്നുള്ളത് കൊണ്ട് ന്യായപ്രമാണത്താൽ നിയന്ത്രിക്കപ്പെടേണ്ട എല്ലാ പാപരാഗങ്ങളുമുള്ള ആ പഴയ മനുഷ്യൻ ഇല്ലാതാകുന്നു, അവസാനിച്ചു പോകും. അതാണ് നമ്മൾ ഈ വാക്യത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഒരു പഴയ മനുഷ്യൻ, പ്രമാണമില്ലെങ്കിൽ ദോഷം ചെയ്യുന്ന, പ്രമാണം കൊണ്ട് കെട്ടി അടക്കി വെച്ചിരുന്ന, ഉപദ്രവം ഉണ്ടാക്കാതെ സൂക്ഷിച്ചിരുന്ന മനുഷ്യൻ ക്രിസ്തുവിന്റെ ശരീരം മുഖാന്തരം മരിച്ചു. പാപസംബന്ധമായി മരിച്ച അതേ പഴയ മനുഷ്യൻ ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു. പാപസംബന്ധമായി മരിച്ച ഒരാൾക്ക് ന്യായപ്രമാണത്തിന്റെ ആവശ്യമില്ല. കാരണം പാപത്തെ നിയന്ത്രിക്കാൻ വേണ്ടിയാണ് ന്യായപ്രമാണം ഉള്ളത്. അപ്പൊ പാപസംബന്ധമായ ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും ന്യായപ്രമാണ സംബന്ധമായിട്ടും ആൾ മരിച്ചു. ഓക്കെ, അപ്പോൾ ഈ ന്യായപ്രമാണം സംബന്ധമായിട്ട് ഞാൻ മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം, ഈ പ്രമാണം എന്നെ ഇനിമേലിൽ നിയന്ത്രിക്കേണ്ട കാര്യമില്ല. ഐ ഡൈഡ്. പ്രമാണം മരിച്ചിട്ടില്ല, പക്ഷെ ഞാൻ ആ പ്രമാണത്തിന്റെ തലത്തോട് മരിച്ചു. ദാറ്റ് മീൻസ് എന്നോടൊരാൾ മോഷ്ടിക്കരുത് എന്ന് പറയേണ്ട കാര്യത്തോട് ഞാൻ മരിച്ചു. എന്നോടൊരാൾ കൊല ചെയ്യരുത് ചെയ്സേ എന്ന് പറയേണ്ട ഒരു അവസ്ഥയോട് ഞാൻ മരിച്ചു. അതായത് ദൈവം എനിക്ക് തന്നിരിക്കുന്ന കൽപ്പനകൾ, ന്യായപ്രമാണത്തിന്റെ കൽപ്പനകളോട്, ഏതൊരു കൽപ്പനയോടും ഞാൻ മരിച്ചു. അതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നിലുള്ള പാപ മനുഷ്യനാണായിരുന്നു ആ കൽപ്പന സംസാരിച്ചുകൊണ്ടിരുന്നത്. അരുത്, ഇങ്ങനെ ചെയ്യ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആരോടാ? എൻ്റെ ഉള്ളിലുള്ള ആദമിക സ്വഭാവമുള്ള പാപ മനുഷ്യനോടാണ് ഈ കൽപ്പനകൾ പറഞ്ഞുകൊണ്ടേയിരുന്നത്. ഓക്കെ, അപ്പോൾ ആ പാപ മനുഷ്യൻ ക്രൂശിൽ തറയ്ക്കപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ഈ ന്യായപ്രമാണം എൻ്റെ മേലിൽ ഇനി പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ മരിച്ചിരിക്കുന്നു. അപ്പൊ ജഡത്തിലായിരുന്നപ്പോൾ
ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തക്കോണം നമ്മുടെ അവയവങ്ങൾ വ്യാപരിച്ചിരുന്നു. ഇപ്പോൾ നമ്മളെ പിടിച്ചടക്കിയിരിക്കുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കൊണ്ട് അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കണം. അപ്പൊ അക്ഷരത്തിൽ എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ടല്ല നമ്മളിപ്പം കർത്താവിനെ സ്തുതിക്കുന്നു. അതായത് ഒരു കൽപ്പന ഉള്ളതുകൊണ്ടല്ല, നമ്മുടെ ഹൃദയം അങ്ങനെ ആയതുകൊണ്ടാണ്. നമ്മൾ എന്തുകൊണ്ടാണ് മോഷ്ടിക്കാത്തത്? നമുക്ക് മോഷ്ടിക്കരുതെന്നൊരു കൽപ്പന ഉള്ളതുകൊണ്ടല്ല നമ്മൾ മോഷ്ടിക്കാത്തത്. നമുക്ക് മോഷ്ടിക്കാൻ പറ്റുന്നില്ല, കാരണം വി ഡൈഡ്. നമ്മുടെ സ്വഭാവം മാറിപ്പോയതുകൊണ്ടാണ്. നമ്മൾ എന്തുകൊണ്ടാണ് വേറൊരാളുടെ വഴക്കുണ്ടാക്കാൻ പോകാത്തത്? എന്തുകൊണ്ടാണ് നീതിമാന്മാരായി ജീവിക്കുന്നത്? അതിനർത്ഥം നമ്മളോട് നീതി ചെയ്യണം എന്നുള്ള നിയമം സോഷ്യൽ സർക്കിളിൽ ഉള്ളതുകൊണ്ടല്ല, അല്ലെങ്കിൽ നമ്മുടെ മനസാക്ഷി നമ്മളെ നിർബന്ധിക്കുന്നതുകൊണ്ടും അല്ല. നമുക്ക് മറ്റൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. കാരണം ദാറ്റ് മാൻ ഡൈഡ്. അപ്പൊ ആ ഒരു മനഃപൂർവമായ പാപങ്ങൾ നമുക്ക് ആലോചിക്കാനില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ന്യായപ്രമാണം എന്നെ സംബന്ധിച്ച് ബലഹീനമായി. കാരണം എന്താ? എന്നെ അതിന് നടത്തേണ്ട കാര്യം ഇല്ല. സോ ഐ ആം ഫ്രീ ഫ്രം ദ ലോ. എന്തുകൊണ്ട് അങ്ങനെ ആയത്? ഞാൻ പാപസംബന്ധമായി മരിച്ചതുകൊണ്ടാണ്. ഓക്കെ, ഓൾ റൈറ്റ്. അപ്പോ അതിൽ നാം എന്ത് പറയുന്നുണ്ട്? ന്യായപ്രമാണം പാപമെന്നോ ഒരു നാളും വരുത്. എങ്കിൽ ന്യായപ്രമാണത്താൽ അല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞിട്ടില്ല. മോഹിക്കരുതെന്ന് ന്യായപ്രമാണം പറയാതിരുന്നെങ്കിൽ ഞാൻ മോഹത്തെ അറിയുകയില്ലായിരുന്നു. ന്യായപ്രമാണം ഇല്ലാത്തൊരു കൊച്ചിനെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഫ്രീ ആണ്, ഒന്നും അറിയത്തില്ല. ഈ ന്യായപ്രമാണം നമ്മൾ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മളെല്ലാം കുഞ്ഞു കൊച്ചുങ്ങളെ പോലെ നടന്നേനെ. ആൾക്കാർ നോക്കി ഇങ്ങനെ ചിരിച്ചും സന്തോഷമായിട്ട് ഇങ്ങനെ നടന്നേനെ. എന്ത് കാണിച്ചാലും പാവബോധമില്ല. ഈ കുഞ്ഞുങ്ങൾക്ക് പാവബോധം ഉണ്ടോ? ഒരിക്കലും ഉണ്ടാകത്തില്ല. കാരണം ദേ ഡോണ്ട് നോ ദ ലോ. നിയമം അറിയില്ല. നിയമം അറിയാത്ത ഒരു കൊച്ചു കുഞ്ഞിന്, 1 വയസ്സുള്ള കൊച്ചിന് എന്ത് പാവമോ? അത് പാപം ചെയ്യുന്നതായിട്ട് നമുക്ക് പോലും അറിയത്തില്ല. എന്നാൽ ചെയ്യുന്നത് മുഴുവൻ പാപമാണ് താൻ. അപ്പൊ നമുക്ക് നിയമങ്ങൾ അറിയില്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ പാപം ആഘോഷമാക്കി നടന്നേനെ. അതുകൊണ്ട് നിയമം നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു ദൈവം. നോക്കടാ, നീ എങ്ങനെയുണ്ടെന്ന് നോക്കണം. അപ്പൊ ഞാൻ മരിച്ചു. അല്ല, ഞാൻ കുഞ്ഞിനെ പോലെ തുള്ളിച്ചാടി നടക്കേണ്ട ഞാനിപ്പോ എന്തായി? എൻ്റെ കാര്യം അവതാളത്തിലായി. ശരിയല്ലേ? അപ്പോൾ ഈ ദൈവത്തിന്റെ നിയമം, ന്യായപ്രമാണം വന്നപ്പം ഞാൻ മരിച്ചു. അപ്പൊ പാപം വീണ്ടും ജീവിച്ചു, ഞാൻ മരിച്ചു. അപ്പൊ മോഹിക്കരുതെന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ, ന്യായപ്രമാണം പറഞ്ഞില്ലായിരുന്നെങ്കിൽ, ഞാൻ ഈ മോഹമൊക്കെ നാച്ചുറൽ ആണെന്ന് വിചാരിച്ചു. ഇപ്പൊ ഒരാളുടെ കയ്യിൽ ഒരു മൊബൈൽ ഇരിക്കുന്നു, ഒരു പേന ഇരിക്കുന്നു. അപ്പൊ എനിക്ക് തോന്നുകയാണ് അത് വേണമെന്ന്. അത് പാപമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സ്വാഭാവികമായിട്ടും എനിക്ക് ഉണ്ടാകുന്നതാണ്. നിയമം എനിക്കറിയില്ല, നിയമം ഇല്ല. എൻ്റെ മനസ്സിൽ നിയമം എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. അപ്പൊ ഇൻസ്റ്റിങ്ക്റ്റ് വെച്ച് മൃഗങ്ങളെ പോലെ ജീവിക്കണം. അപ്പൊ എനിക്ക് എങ്ങനെയെങ്കിലും മൊബൈൽ ഫോൺ കൈവശമാക്കണമെന്നേ ഉള്ളൂ. കാരണം എൻ്റെ ആഗ്രഹം എന്നോട് അത് കൽപ്പിക്കുക. തടയാൻ വാക്കുകളോ ശബ്ദങ്ങളോ ഇല്ല. പാപമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ എന്ത് ചെയ്യുന്നു? എന്നെ രക്ഷിക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ഈ ന്യായപ്രമാണത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, അല്ലെ? ഇപ്പൊ ദൈവം ആദ്യം എന്ത് ചെയ്തു? നമ്മുടെ മേലേക്ക് ഒരു പ്രമാണം വെച്ചു തന്നു. നമ്മളെല്ലാം മരിച്ചു. അത് കണ്ടപ്പോഴേക്കും നമ്മൾ തകർന്നു പോയി. അടുത്ത വാക്യം അങ്ങനെ പറയുന്നത്, 9-ാം വാക്യം, ഞാൻ ഒരു കാലത്ത് ന്യായപ്രമാണം കൂടാതെ ജീവിച്ചിരുന്നു, എന്നാൽ കൽപ്പന വന്നപ്പോൾ പാപം വീണ്ടും ജീവിക്കുകയും ഞാൻ മരിക്കുകയും ചെയ്തു. ഇങ്ങനെ ജീവനായി ലഭിച്ചിരുന്ന കൽപ്പന എനിക്ക് മരണഹേതുവായി തീർന്നെന്ന് ഞാൻ കണ്ടു. പാപം അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നെ ചതിക്കുകയും കൊല്ലുകയും ചെയ്തു. ഓക്കെ, നമ്മളത് കണ്ടതാണ് എന്നാണ് എൻ്റെ ഓർമ്മ. അടുത്ത വാക്യം, ആകയാൽ ന്യായപ്രമാണം വിശുദ്ധം, കൽപ്പന വിശുദ്ധവും ന്യായവും നല്ലതും തന്നെ. എന്നാൽ നന്മയായുള്ളത് എനിക്ക് മരണകാരമായി തീർന്നുവെന്നോ ഒരു നാളും വരുത്. ഈ ന്യായപ്രമാണമല്ല നമുക്ക് മരണകാരണമായി തീർന്നത്. ന്യായപ്രമാണം ഇല്ലായിരുന്നെങ്കിലും നമ്മൾ മരിച്ചേ. ശരിയല്ലേ? പാപത്തിൽ ജീവിച്ചത് കൊണ്ടാണല്ലോ ന്യായപ്രമാണം വന്നപ്പോൾ മരണം എൻ്റെ മുമ്പിലേക്ക് വന്നത്. ന്യായപ്രമാണം വന്നില്ലായിരുന്നെങ്കിലും ഞാൻ മരിച്ചേനെ. ഉദാഹരണത്തിന് എനിക്ക് ക്യാൻസർ ആണെന്ന് ഡയഗ്നോസിസ് ചെയ്താലും ചെയ്തില്ല, ഞാൻ മരിച്ചു. ഡയഗ്നോസിസ് ചെയ്തില്ലായിരുന്നെങ്കിൽ അവസാന മൊമെന്റ് വരെ തുള്ളിച്ചാടി നടന്ന്
പെട്ടെന്നൊരു ദിവസം സീരിയസ് ആയിട്ട് ചിലപ്പോൾ തട്ടിപ്പോയിന്, ചിലപ്പോൾ കിടന്ന് കുറേ നാൾ കൊണ്ട് മരിച്ചെന്നെ. ഡയഗ്നോസിസ് നോ ഡയഗ്നോസിസ്. എന്നാൽ ഡയഗ്നോസിസ് ചെയ്തുകൊണ്ടാണോ ആൾ മരിക്കുന്നത്? അല്ല. നിയമം വന്ന് നമ്മളെ ഇങ്ങനെയാണ് പാപിയാണെന്ന് ഡയഗ്നോസിസ് ചെയ്തുകൊണ്ടല്ല നമ്മൾ മരിക്കുന്നത്, പാവത്താൽ ആണ് മരിക്കുന്നത്. എന്നാൽ ന്യായപ്രമാണം വരുമ്പോഴാണ് ഈ മരണം എന്നുള്ള റിയാലിറ്റി ആയിട്ട് എൻ്റെ മുമ്പിലേക്ക് വരുന്നത്, അല്ലേ? ഇപ്പോൾ ക്യാൻസർ ആണ്, നിനക്ക് നീ എത്ര നാളെ ജീവിക്കുകയുള്ളൂ എന്നൊരു കാര്യം വന്നു കഴിയുമ്പോഴാണ് എൻ്റെ മുമ്പിൽ ഈ മരണം ഇങ്ങനൊരു പ്രിൻസിപ്പിളായിട്ട് എൻ്റെ മുമ്പിൽ വരുന്നത്. ഇപ്പം ന്യായപ്രമാണം എന്ത് ചെയ്തു? എല്ലാവരെയും മരണത്തിന് അടിമകളാക്കി മാറ്റി. അപ്പൊ മരണം എന്നുള്ള ഒരു റിയാലിറ്റി എൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവച്ചു. യു വിൽ ഡൈ. പാപം ചെയ്തവൻ മരിക്കും. പാപത്തിന്റെ ശമ്പളം മരണം. ഓക്കെ, അപ്പോൾ ഒരു നാൾ മരുന്ന് പാപം അത്രേ മരണമായി തീർന്നത്. അത് നന്മയായുള്ളതിനെ കൊണ്ട് എനിക്ക് മരണം ഉളവാക്കുന്നതിനാൽ പാപം എന്ന് തെളിയേണ്ടതിനും കൽപ്പനയാൽ അത്യന്തം പാപമായി തീരേണ്ടതിനും തന്നെ. അപ്പൊ ഈ കൽപ്പന കൊണ്ട് എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇത് പാപം എന്ന് തെളിഞ്ഞു, മരണത്തെ ഉളവാക്കുന്ന സാധനം പാപമാണ് എന്ന് തെളിഞ്ഞു. ഓക്കെ, അത് അത്യന്തം പാപമായിട്ട് മാറി. ദാറ്റ് മീൻസ് ദ ഇന്റൻസിറ്റി ഇൻക്രീസ്ഡ് വെൻ ദ ലോ വാസ് ഇൻട്രൊഡ്യൂസ്ഡ്. നമ്മൾ നേരത്തെ കണ്ടതാണ്, ന്യായപ്രമാണം ചേർന്ന് വന്നപ്പോഴാണ് ലംഘനം പെരുകിയത്. ശരിക്കും പറഞ്ഞാൽ ഈ ബൈബിളിന് വെളിയിൽ ഒരിടത്തും ഇത്ര മനോഹരമായിട്ടൊരു മനുഷ്യന്റെ അവസ്ഥയെ വ്യാഖ്യാനിച്ചിട്ടില്ല. അതായത് ഒരു മനുഷ്യന്റെ ഇമോഷണൽ കോൺസ്റ്റിറ്റ്യൂഷൻ, അവന്റെ മേക്കപ്പ്, അവൻ എന്താണ്, എന്തുകൊണ്ടാണ് അവനെ ഉണ്ടാക്കിയിരിക്കുന്നത്, എന്താണ് അവന്റെ സ്ട്രക്ചർ, അവൻ ആരാണ് എന്ന് പൗലോസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള പോലെ ലോകത്ത് ഒരു ശാസ്ത്രജ്ഞനും എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഒരുപക്ഷെ പൗലോസ് ഒരു സാധാരണ മനുഷ്യനായിട്ടിരുന്ന ഇത് പറയുന്നെങ്കിൽ വിത്തൗട്ട് ഡിവൈൻ ഇൻസ്പിറേഷൻ ഒരു ഭയങ്കര ആന്ത്രോപോളജിസ്റ്റ് ആയിട്ട് മാറേണ്ട ആളാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അത്ര ഭയങ്കരമായ കാര്യമായി പറയുന്നത്. പക്ഷെ അത് ഒരു മനുഷ്യന് വെളിപ്പെടുന്ന കാര്യങ്ങളല്ല എന്ന് പൗലോസ് പറയുന്നു. അപ്പൊ അത് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്ത കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ആന്തരികമായ സ്വഭാവ വിശേഷങ്ങൾ, അവന്റെ ചിന്താഗതികൾ, അവൻ എങ്ങനെ രൂപപ്പെട്ടു വരുന്നു, അവന്റെ മൊറാലിറ്റി എങ്ങനെ ഉണ്ടായി, ഇതെല്ലാം വ്യക്തമാക്കപ്പെടുന്നു. സ്വതന്ത്രനായിട്ട് നടന്ന ഞാൻ എങ്ങനെ ഒരു മൊറാലിറ്റിയാൽ ബൗണ്ടായി എന്നും, ആ മൊറാലിറ്റി എങ്ങനെ എന്നെ പാപത്തിനടിമയാക്കി മരണത്തിലേക്ക് കൊണ്ടുപോയെന്നും, ആ മൊറാലിറ്റി എപ്പോഴും എൻ്റെ മുമ്പിൽ ഒരു ഭയത്തെ ഉളവാക്കി മരണത്തിന് എന്നെ അടിമയാക്കി മാറ്റിയത് എങ്ങനെയാണെന്നുമാണ് പൗലോസ് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, 14-ാം വാക്യം. ന്യായപ്രമാണം ആത്മീകമെന്ന് നാം അറിയുന്നുവല്ലോ, ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. ഞാൻ ഒത്തിരി എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഞാൻ വായിച്ചിട്ടുള്ള വാക്യമാണ് ഈ വാക്യം. ഇനി മുതൽ അങ്ങോട്ടുള്ള വാക്യം, റോമാലേഖനം 7-ാം അധ്യായം. കാരണം ഇനി അങ്ങോട്ടുള്ളത് മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഏതൊരു വിശ്വാസിയെ സംബന്ധിച്ചും അത്യാവശ്യമാണ്. അതിൻ്റെ കാരണം ഇത് മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ്, എന്നാൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് വളരെ എളുപ്പമാണ്. ഈ 7-8, സത്യം പറഞ്ഞാൽ 5, 6, 7, 8 അധ്യായങ്ങൾ റോമാലേഖനത്തിൽ നമ്മൾ മനസ്സിലാക്കിയാൽ, എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ, എന്തുദ്ദേശത്തോടെയാണ് പൗലോസ് എഴുതിയെന്നുള്ള ആ ഒരു തോട്ട് പ്രോസസ് എൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് ക്രിസ്ത്യാനിയുടെ ഉപദേശം മുഴുവൻ മനസ്സിലാവും. ഫുൾ ഡോക്ട്രിൻ. അതായത് എങ്ങനെയാണ് നമ്മൾ രക്ഷപ്പെടുന്നത് എന്നുള്ള കാര്യം, എന്താണ് സാൽവേഷൻ, കർത്താവ് എന്താണ് നമുക്ക് വേണ്ടി ചെയ്തത്. The whole gospel can be understood from these 4 chapters. 5, 6, 7, 8. ഓക്കെ, അപ്പോൾ അതിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബോട്ടിൽ നെക്കാണ് നമ്മൾ ഇനിയുള്ള വാക്യങ്ങൾ പറയുന്നത്. ന്യായപ്രമാണം ആത്മീകമെന്ന് നാം അറിയുന്നുവല്ലോ, ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ. I am sold as a bond servant or a slave to sin. അപ്പൊ പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ യജമാനൻ? പാപമാണ് യജമാനൻ. ആർക്ക് ദാസനാ ഞാൻ? പാപം എന്ന യജമാനന് ദാസനാണ്. അപ്പൊ ഇനി കുറച്ചു നേരത്തേക്ക് നമ്മൾ ഇതിനെ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയും. നമ്മൾ പഴയ കാലത്ത് പാട്ടൊക്കെ ഈ പോയമൊക്കെ വായിക്കുമ്പോൾ പേഴ്സോണിഫിക്കേഷൻ
എന്നുള്ളൊരു കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ടോ? പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാളായിട്ട് സങ്കല്പിക്കുക. ഇപ്പം സ്നേഹത്തെ ഒരാളായിട്ട് സങ്കല്പിക്കുക. സ്നേഹം ക്ഷമിക്കുന്നു, അല്ല അങ്ങനെയല്ലേ പൗലോസ് പറഞ്ഞു, സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു. സ്നേഹം എന്ന് പറഞ്ഞ ഒരാളെ പോലെ. അതുപോലെ ഇവിടെ പാപത്തെ ഒരാളായിട്ട് സങ്കല്പിച്ചു. ആ പാപത്തിന് അടിമവേല ചെയ്യുന്ന ആളാണ് ഞാൻ. അപ്പൊ ഈ പാപം എന്ന യജമാനൻ അറിയാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. കാരണം ഹീസ് മൈ മാസ്റ്റർ. ഇപ്പൊ എന്റെ യഥാർത്ഥ മാസ്റ്റർ എന്ന് പറയുന്നത് പാപമാണ്. എന്തുകൊണ്ട് അങ്ങനെ ആയത്? ഈ ന്യായപ്രമാണം കൂടെ വന്നു കഴിഞ്ഞപ്പം എന്നെ പാപത്തിന്റെ ദാസനായി എഴുതി വെച്ചിരിക്കുകയാണ്. കാരണം എനിക്ക് പാപം മാത്രമേ ചെയ്യാൻ പറ്റുന്നുള്ളൂ. When I examine myself in the light of the law, I understand I am capable only of sinning. മനസ്സിലായോ? അപ്പൊ എനിക്ക് പാപം മാത്രമേ ചെയ്യാൻ പറ്റുന്നുള്ളൂ എങ്കിൽ അപ്പം എൻ്റെ യജമാനൻ ആരായിരിക്കുള്ളൂ? പാപമായിരിക്കുള്ളൂ. കാരണം അത് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഒരു യജമാനൻ എന്താഗ്രഹിക്കുന്നു അത് മാത്രമേ ഒരു അടിമയ്ക്ക് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ ആ ഒരു ദാസ്യത്വം എൻ്റെ ഉള്ളിലുണ്ടായി. ഞാൻ പാപത്തിൽ ജനിച്ചു, പാപം അക്കൗണ്ട് ചെയ്യപ്പെട്ടില്ല. ന്യായപ്രമാണം വന്നപ്പോൾ പാപം അക്കൗണ്ട് ചെയ്യപ്പെട്ടു. അതിനോട് ഞാൻ എന്നേക്കുമായിട്ട് ഒരു ബന്ധത്തിൽ യോജിക്കപ്പെട്ടു. ഞാൻ അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ എൻ്റെ മുമ്പിൽ മരണം ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ആ പാപത്തെ ഞാൻ അപ്പോഴും സെർവ് ചെയ്തുകൊണ്ടിരുന്നു. ഈ പാപത്തെ സെർവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കറിയാം എൻ്റെ മുമ്പിൽ മരണം എന്നുള്ള ഒന്നുണ്ട് എന്ന് എന്നെ ഈ ന്യായപ്രമാണം ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. യു വിൽ ഡൈ എന്ന് ഈ ന്യായപ്രമാണം എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഞാൻ പാപത്തിനും മരണത്തിനും അടിമവേല ചെയ്തുകൊണ്ടിരുന്നു. ഇന്നും രക്ഷ വിശ്വാസത്താൽ മാത്രമല്ല, അത് പ്രവൃത്തിയാലും കൂടെ ആണ് എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്, പെന്തക്കോസ്തിൽ ഉണ്ട്. അപ്പൊ അതിനകത്ത് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോഴും അടിമത്തത്തിലാണ്. നമുക്കറിയില്ല നമ്മുടെ പ്രവൃത്തികൾ ഗുണം ചെയ്യുമോ എന്ന്. എന്തുമാത്രം ഗുണം ചെയ്യുമെന്ന് അറിയില്ല. ചെയ്തിട്ടുണ്ടോ, ശരിയായോ, മതിയായോ എന്നൊന്നും അറിയില്ല. അൺസർട്ടനിറ്റി നമ്മുടെ മുമ്പിലേക്ക് വരും. മരണഭയം. ഇന്ന് പെന്തക്കോസ്തിൽ അനേകം ആൾക്കാരും നിത്യജീവന്റെ ഉറപ്പില്ലാത്തവരാണ്. സ്വർഗത്തിൽ പോകുമെന്നുള്ള ഉറപ്പ് അവർക്ക് നഷ്ടപ്പെട്ടു പോയി. കർത്താവ് വരുമ്പോൾ പോകുമെന്നുള്ള ഉറപ്പ് നഷ്ടപ്പെട്ടു പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം രക്ഷ ദൈവം നമുക്ക് നൽകിയിരിക്കെ അത് നമ്മുടെ പ്രവൃത്തികളുമായിട്ട് ബന്ധിപ്പിച്ചത് കൊണ്ട് നമ്മൾ ശരിയായോ ഇല്ലയോ, എപ്പം നോക്കിയാലും ശരിയായിട്ടില്ല. അപ്പൊ സ്വർഗത്തിൽ പോകുമെന്നുള്ളത് പോകുമായിരിക്കും എന്നുള്ള അവസ്ഥയിലേക്കായി. അങ്ങനെ പതുക്കെ നമുക്ക് പ്രത്യാശയുടെ മേലുള്ള ഗ്രിപ്പ് പോയി. കാരണം പോകുമെന്ന് ഉറപ്പില്ലാതെ എന്ത് പ്രത്യാശ? ഇപ്പൊ വീണ്ടും മരണത്തിന്റെ ദാസന്മാരായി മാറും. വീണ്ടും നമ്മൾ ഈ ലോകത്ത് മരിച്ചു പോകുമല്ലോ എന്നുള്ള ചിന്തയിലേക്ക് പെന്തക്കോസ്തിൽ പൊതുവെ ആളുകൾ മാറിപ്പോയി. ആദ്യകാല പ്രത്യാശ, ആദ്യകാല പാട്ടുകളിലൂടെയൊക്കെ ഉണ്ടായിരുന്ന ആ പ്രത്യാശ, കർത്താവ് വരും, ഞാൻ പോകും എന്നുള്ള പ്രത്യാശയ്ക്ക് ഭംഗം വന്നുപോയി. ഒരു വ്യക്തിയിൽ ആ പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല, പക്ഷെ ഒരു സമൂഹത്തിൽ ആ പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നു. ഓവർ മെനി ഇയേഴ്സ്. ഒരു കാലത്ത് വിശ്വാസത്തോടെ കർത്താവിന് വേണ്ടി കാത്തിരുന്നവർക്ക് ഇന്ന് കാത്തിരിക്കാൻ കഴിയാത്തതിന്റെ കാരണം ഈ ദാസ്യത്വമാണ്. ഈ പാപത്തിന്റെ ദാസ്യത്വത്തിൽ നിന്ന് രക്ഷപ്പെടുന്നുമില്ല. അതുകൊണ്ട് തന്നെ മരണം മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നു. ഓക്കെ. ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല, ഞാൻ ഇച്ഛിക്കുന്നതിനെയല്ല പകയ്ക്കുന്നതിനെ അത്രേ ചെയ്യുന്നത്. അപ്പൊ ആത്മീകമായൊരു പ്രമാണം എൻ്റെ കയ്യിലുണ്ട്, അതിൻ്റെ ആത്മാവിനോട് സംസാരിക്കുന്നുണ്ട്. ആത്മാവിനോടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ന്യായപ്രമാണം അനുസരിച്ച് ജീവിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല. ഞാൻ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഞാൻ ഇച്ഛിക്കുന്നതിനെയല്ല പകയ്ക്കുന്നതിനെ അത്രേ ചെയ്യുന്നത്. ഇത് നല്ലവരാകാൻ ആഗ്രഹിക്കുന്ന ഒരാളെ കുറിച്ചാണ്. ന്യായപ്രമാണം അനുസരിച്ച് നീതിമാനാകാൻ ആഗ്രഹിക്കുന്ന ഒരാളെ സങ്കല്പിച്ചു. അവന്റെ ആഗ്രഹം മുഴുവൻ നന്മ ചെയ്യണമെന്ന്. അവനെ ന്യായപ്രമാണം വായിക്കുമ്പോൾ ഇങ്ങനെ ജീവിച്ചാൽ കൊള്ളാമെന്ന് ഭയങ്കര ആഗ്രഹം തോന്നുകയാണ്. ഹി ലവ്സ് ദാറ്റ് ലോ. അപ്പോൾ ഏണസ്റ്റ് ആയിട്ട് ആ നിയമത്തെ സ്നേഹിക്കുകയും ആ നിയമം അനുസരിച്ച് ജീവിക്കുകയും ചെയ്യണമെന്നൊരു മനുഷ്യൻ ആഗ്രഹിക്കുകയാണ്. പക്ഷെ അവന്റെ ആഗ്രഹം പോലെയൊന്നും അല്ല
കാര്യങ്ങൾ നടക്കുന്നത്. നമുക്കറിയാമല്ലോ അത്. നിങ്ങൾക്കറിയില്ല? എനിക്കത് എപ്പോഴും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. എൻ്റെ ആഗ്രഹം പോലെയൊന്നും അല്ല എൻ്റെ പ്രവൃത്തികൾ. ഇപ്പോൾ ഇന്ന് തന്നെ ഞാൻ കഷ്ടിച്ച് എഴുന്നേറ്റത് 7 മണിയായപ്പോൾ. തപ്പിപ്പിടിച്ച് ഇവിടെ വന്നപ്പോഴേക്കും 5-6 മിനിറ്റ് പോയി. കാരണം ഞങ്ങൾ വന്ന് കിടന്ന് 3 മണിക്കാണ്. 3:15 ആഫ്റ്റർ എ ലോങ് ഡ്രൈവ് 1100 കിലോമീറ്റേഴ്സ്. അപ്പോൾ ആഗ്രഹമുണ്ട് 7 മണിക്ക് എഴുന്നേൽക്കണമെന്ന്. പക്ഷേ നിങ്ങളെല്ലാവരും അവിടെ നോക്കിയിരിപ്പിച്ച് ആ ശരീരം അങ്ങ് തോറ്റു. ഈ ശരീരം തോക്കുക എന്ന് പറയുന്നത് ഇങ്ങനെ തോറ്റാലും കുഴപ്പമില്ല, കുഴപ്പമുണ്ട്. പക്ഷെ നമ്മളറിയാതെ തന്നെ എപ്പോഴും ഈ ശരീരം തോറ്റുകൊണ്ടാണ് ഇരിക്കുന്നത്. നമ്മളറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന പാപം. ഇപ്പം എനിക്ക് മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു. പക്ഷെ അങ്ങനെ 1-2 വാക്കുകൾ കൊണ്ട് ഞാൻ എന്നെ ന്യായീകരിച്ചു. ന്യായീകരിക്കാതെ എനിക്ക് പോകാൻ പറ്റില്ല. കാരണം എൻ്റെ ശരീരം ഡിമാൻഡ്സ് ഇറ്റ്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പൊ ഞാൻ ഇതുകൊണ്ടാണെന്ന് കേട്ടപ്പോൾ നിങ്ങൾക്കൊരു സമാധാനമായില്ലേ? ഏതായാലും മനഃപൂർവ്വം അല്ല എന്ന്. മനഃപൂർവ്വം അല്ല എങ്കിൽ പോലും നിങ്ങൾ അങ്ങനെ മനഃപൂർവ്വമാണെന്ന് വിചാരിക്കുമോ എന്നുള്ള ആശങ്ക ഞാൻ പരിഹരിച്ചിട്ടേ ഞാൻ പോവുള്ളൂ. കാരണം ഞാൻ പോലും അറിയാതെ ആ ഒരു കൊതി, അതായത് ജസ്റ്റിഫൈ ചെയ്യപ്പെടാനുള്ള ഒരു കൊതി എൻ്റെ ഉള്ളിൽ. അപ്പോൾ മനുഷ്യൻ ആഗ്രഹിക്കുന്നതല്ല അവനിൽ നിന്ന് വരുന്നത്. ഇഫ് യു ക്ലോസ്ലി എക്സാമിൻ യുവർ സെൽഫ്, ഞാനിപ്പം എന്നെ തന്നെ അങ്ങനെ നോക്കാറില്ലെന്ന് പറഞ്ഞാൽ എനിക്കറിയാം ഇതിങ്ങനെയാണ്. നോക്കിയാൽ ശരിക്കും ഭയപ്പെട്ടു പോകും. കാരണം വി ആർ അബ്സല്യൂട്ട്ലി നത്തിങ്. അത് എന്ത് ചെയ്താലും നമുക്ക് ആ ഒരു എന്താ പറയുക, കർത്താവിൻ്റെ ഡിമാൻഡ് അനുസരിച്ചൊന്നും ചെയ്യാൻ നമുക്ക് കഴിവില്ല. ഒന്നും ക്ലെയിം ചെയ്യാനില്ല. കാരണം അവർ ബോഡി ഈസ് ലൈക്ക് ദാറ്റ്. ഓക്കെ, അത് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പും അങ്ങനെ തന്നെയാണ്. കൃപ വരുന്ന ശേഷം ഈ ശരീരത്തിന്റെ അവസ്ഥയ്ക്കുള്ള മാറ്റം പതുക്കെ നമ്മളിലേക്ക് സാങ്ക്ടിഫിക്കേഷൻ ഇറങ്ങുന്നതനുസരിച്ചാണ് അതിന് മാറ്റം വരുന്നത്. സോ ദർ ഇസ് എ പ്രോസസ് ബൈ വിച്ച് വി ബിക്കം ക്രൈസ്റ്റ് ലൈക്ക്. ഓക്കെ, ഞാനീ പറഞ്ഞ ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല, ഞാൻ ഇച്ഛിക്കുന്നതിനെയല്ല പകയ്ക്കുന്നതിനെ അത്രേ ചെയ്യുന്നത്. അപ്പൊ അവിടെ ശരിക്കും ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എന്നെ തന്നെ നോക്കാനുള്ള ധൈര്യം ഉണ്ടാവുള്ളൂ. ഒരു നിമിഷം ഞാൻ എന്നെ തന്നെ എക്സാമിൻ ചെയ്താൽ ഞാൻ തീർന്നു. ക്രിട്ടിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഓരോ വാക്കുകൾ എടുത്ത് ഒന്നുകൂടെ പരിശോധിച്ചാൽ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഞാൻ എന്ന് പറയുന്ന സാധനം, ആ ഫിൽത്തീനസ്, അത് എക്സാമിൻ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ വിഷമം, ഭാരം, അത് കൃപയാൽ മാത്രമേ നമുക്ക് അതിനെ അതിജീവിക്കാൻ പറ്റുള്ളൂ. കൃപ നമ്മളെ പൊതിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ ശരിക്ക് പരിശോധിക്കാനുള്ളൊരു ധൈര്യം നമുക്ക് ദൈവം തരുന്നു. വി അണ്ടർസ്റ്റാൻഡ് വൺ തിങ്, that we are nothing, worthless. ഓക്കെ, അതുകൊണ്ട് ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിച്ച ശേഷം ഞാൻ ആ സംസാരം എങ്ങനെയായിരുന്നു എന്ന് വീണ്ടും അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പേടിച്ചു പോകും. അതുകൊണ്ട് അത് ചെയ്യുന്നില്ല. ഞാൻ എന്ത് ചെയ്യുന്നു? അത് പോക്കാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ കർത്താവേ നിന്റെ കൃപയല്ലാതെ വേറൊന്നുമില്ല എന്ന് അങ്ങോട്ട് ശരണപ്പെടുന്നു. ബിക്കോസ് ഹി വിൽ ട്രാൻസ്ഫോം മീ ഇൻ ടു ഹിസ് ഇമേജ് എന്ന് എനിക്ക് അറിയാം. ആ വാഗ്ദത്തം ഒരിക്കലും തോറ്റു പോകുന്നില്ല. So I'm always pressing on to receive the promises. എനിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രോമിസ് എന്ന് പറയുന്നത് അവൻ എന്നെ വിശദീകരിച്ച് പിതാവിൻ്റെ അടുത്ത് നിർത്തും എന്നുള്ളതാണ്. Other than that, no other promise is valid. ഓക്കെ, അപ്പോൾ ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലും ന്യായപ്രമാണം നല്ലതെന്ന് ഞാൻ സമ്മതിക്കുന്നു. അപ്പൊ ന്യായപ്രമാണം നല്ലതെന്ന് ഞാൻ സമ്മതിക്കാൻ കാരണം എന്താണ്? എൻ്റെ ഇച്ഛ അതാണ്. ന്യായപ്രമാണം നിവർത്തിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ഇച്ഛ, എൻ്റെ ആഗ്രഹം. പക്ഷെ സാധിക്കുന്നില്ല. അതിനർത്ഥം ഉള്ളം കൊണ്ട് ഞാൻ എന്ത് ആഗ്രഹിക്കുന്നുണ്ട്? ന്യായപ്രമാണത്തെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ന്യായപ്രമാണം ഇഷ്ടമാണ്, നല്ലതെന്ന് ഞാൻ സമ്മതിക്കുന്നുണ്ട്, അല്ലേ? പക്ഷെ ഉള്ളം കൊണ്ട് സമ്മതിക്കുന്നുണ്ടെങ്കിലും അത് പറ്റുന്നില്ല എന്നെ കൊണ്ടെന്നുള്ളതാണ്. ഞാൻ പ്രവർത്തിക്കുന്നതിന് അറിയുന്നില്ല, ഞാൻ ഇച്ഛിക്കുന്നതിനല്ല പകയ്ക്കുന്നതിന് എത്ര ചെയ്യുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലും ന്യായപ്രമാണം നല്ലതെന്ന് ഞാൻ സമ്മതിക്കുന്നു. ഈ ഇൻവോളണ്ടറി സിൻ എന്ന് പറയുന്ന അപകടകരമാണ്. നമ്മൾ പലപ്പോഴും മനഃപൂർവ്വമായി ചെയ്യുന്ന പാപങ്ങളെയാണ് അപകടകരം എന്ന് വിചാരിക്കുന്നെങ്കിലും ഈ ഒരു വാക്യത്തിൽ പൗലോസ് കൈകാര്യം ചെയ്യുന്നത് ഇൻവോളണ്ടറി സിൻസിനെയാണ്.
അറിയാതെ ചെയ്യുന്ന പാപങ്ങൾ, നമ്മളറിയാതെ, അത് നമ്മളൊന്ന് കടന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെയാണ്. ഇപ്പം ഞാൻ ഒരാളോട് ക്ഷമിച്ചു എന്ന് ഞാൻ പറയുമ്പോഴും എത്ര പെർസെന്റ് എൻ്റെ ഉള്ളിൽ ക്ഷമ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. There could be some traces of unforgiveness still in me. I don't know. ഞാൻ വിചാരിക്കും ഞാൻ അവനോട് ക്ഷമിച്ചല്ലോ, ഞാൻ അവനെ പോയി കെട്ടിപ്പിടിച്ചല്ലോ, ഞാൻ അവനോട് നല്ല വാക്കൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ പിരിഞ്ഞത്, ഞങ്ങളൊന്നും ഒരു വിഷമമില്ല, ഞങ്ങൾ ചായ കുടിച്ച് സന്തോഷമായിട്ട് പ്രൈസ് ലോർഡ് എന്ന് പറഞ്ഞ് പിരിഞ്ഞാണല്ലോ. അതാ നമ്മൾ അറിയുന്നത്. പക്ഷെ നമ്മളറിയാതെ നമ്മുടെ ഹൃദയത്തിനകത്ത് തന്നെ അവനോടുള്ള കുശുമ്പ് കിടപ്പുണ്ട്. അത് എത്ര പെർസെന്റ് ഉണ്ടെന്ന് എനിക്ക് അറിയത്തുമില്ല. എനിക്ക് ആഗ്രഹമുണ്ട് ആ കുശുമ്പ് അങ്ങനെ എടുത്തങ്ങ് കളയണം. ചിലർക്ക് ആഗ്രഹമില്ല, ചിലർക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളെ തന്നെ അറിയില്ല എത്ര പെർസെൻറ്റേജ് നമ്മുടെ ഉള്ളിൽ വെറുപ്പുണ്ടെന്നും, എത്ര പെർസെൻറ്റേജ് നമ്മുടെ ഉള്ളിൽ കയ്പുണ്ടെന്നും, എത്ര പെർസെൻറ്റേജ് ക്ഷമ ഞാൻ ക്ഷമിച്ചിട്ടുണ്ടെന്നും, ബാക്കി എത്ര ഉണ്ടെന്നും, എൻ്റെ ഉള്ളിൽ എത്ര എലമെന്റ് ആയിട്ട് സിൻ ഇരിപ്പുണ്ടെന്നും ഒന്നും എനിക്ക് സെൻസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ മറ്റുള്ളവർ ചിലപ്പോൾ കാണുമ്പോൾ പറയും, കണ്ടോ ആ ചേസിന് എന്തോ പ്രശ്നമുണ്ടല്ലോ, ആ കഴിഞ്ഞ് നോക്കായിട്ട് ചിരിക്കാതെ പോയി. ഞാൻ മനഃപൂർവ്വം അല്ല ബ്രദറെ, ഞാൻ ശ്രദ്ധിച്ചില്ല, വേറെ പല. പക്ഷെ അതല്ല, എന്തോ ഉണ്ടായിരുന്നു. ഐ ഡിഡ്ന്റ് നോ. ശരിക്കും പറഞ്ഞാൽ ഇതല്ല അല്ലേ ഭയങ്കര. ഇഫ് യു ഗോ ഫോർ ആൻ അനാലിസിസ്, നമ്മുടെ ഓരോ പ്രവൃത്തികൾക്കകത്ത് ഈ പാവം ഇങ്ങനെ വാഴുന്ന കാണാം. അൺലെസ് യു ആർ കവേർഡ് ബൈ ഗ്രേസ്. പൗലോസ് അത് കണ്ടിട്ടാണ് വിഷമിക്കുന്നത്, മോർട്ടിഫൈഡ്. ഓക്കെ, ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലും ന്യായപ്രമാണം നല്ലത് ഞാൻ സമ്മതിക്കുന്നു, ആകയാൽ അതിനെ പ്രവർത്തിക്കുന്ന ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം എന്ന യജമാനനാണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത്. അപ്പോൾ എനിക്ക് നല്ലവനായാൽ ശരിയാവില്ല, നല്ലവനാകുന്നതല്ല ശരിക്കും, ഈ യജമാനെ ഒതുക്കണം. അതല്ലെങ്കിൽ ഞാൻ എത്ര നല്ലവനായാലും തിന്മ ചെയ്യുള്ളൂ. സോ ദാറ്റ് സിൻ എന്ന് പറയുന്ന ബോഡി, ആ യജമാനൻ തകർക്കപ്പെടണം. ഓക്കെ, ആകയാൽ അതിനെ പ്രവർത്തിക്കുന്ന ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്രേ. അപ്പോൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാനിവിടെ ആരോട്ടും വഴക്കുണ്ടാക്കിയിട്ടില്ല, അപ്പോൾ ഒരു എക്സാമ്പിൾ പറയാൻ പാടാം, എന്നാലും ചുമ്മാ പറഞ്ഞേക്കാം. ഇപ്പം ഞാനും നിങ്ങൾ ആരെങ്കിലും ആയിട്ട് ഒരു വഴക്കുണ്ടായി എന്ന് വിചാരിച്ചോ. അപ്പം പിന്നെ സ്നേഹമായിട്ട് സംസാരിക്കുമ്പോഴും പല വാക്കുകളും ആളെ മുറിവേൽപ്പിക്കുന്നുണ്ട്, ഞാൻ അറിഞ്ഞോണ്ടല്ല. ഓക്കെ, പുള്ളിക്ക് ആ വേദന മനസ്സിലാകുന്നുണ്ട്. ഞാൻ പറയുന്ന വാക്കുകളെല്ലാം പലയിടത്തും മുനയുള്ളതാണ്. ഞാൻ അറിയുന്നില്ല കേട്ടോ, ഞാൻ നല്ല സ്നേഹമായിട്ട് സംസാരിക്കുന്ന എൻ്റെ വിചാരം. പക്ഷെ എൻ്റെ വാക്കുകൾ വേറൊരു അർത്ഥത്തിലാണ് അദ്ദേഹത്തിന് മനസ്സിലാകുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇച്ഛിക്കാത്ത പലതും എൻ്റെ ഉള്ളിൽ നിന്ന്, ആ ഭാവമുണ്ടല്ലോ, ഏതാ എൻ്റെ ആ പ്രകൃതം, നിങ്ങളോട് കാണിക്കുന്ന ആ പ്രകൃതത്തിനകത്ത് തന്നെ ഒരു അമർഷം അല്ലെങ്കിൽ ഒരു വിഷമം കിടപ്പുണ്ടാവും. അപ്പോൾ ഞാൻ പ്രവർത്തിക്കുന്ന വാക്കുകൾ, നിങ്ങളെടുക്കുന്ന ആ ഭാവവും കൂടെ ചേർത്ത ഇൻടോണേഷൻ, അതൊരു പ്രധാന ഘടകമാണ്. ഉദാഹരണത്തിന്, ഒരു മനുഷ്യൻ വീട്ടിലോട്ട് വരുമ്പം നിങ്ങൾ ഇങ്ങനെ പറയാൻ വെച്ചോ, ആ വന്നല്ലോ എന്ന് പറയുവാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. ആ വന്നല്ലോ എന്നാണെങ്കിലോ ഒരേ കാര്യം തന്നെയാണ് പറഞ്ഞത്, പക്ഷെ ആ ടോൺ അനുസരിച്ച് അത് മാറും. അപ്പം നമ്മൾ വളരെ സ്നേഹമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ ടോണിനകത്തോടെ നമ്മുടെ ഭാവങ്ങൾ മറ്റേ ആൾക്ക് പിടികിട്ടും. എനിക്കത് മനസ്സിലാവില്ല, മറ്റേ ആൾക്കത് മനസ്സിലാവും. ഓക്കെ, അങ്ങനെ പല ആൾക്കാരും നമ്മുടെ ശത്രുക്കളായിട്ടുണ്ടാവും. നമ്മളറിയില്ല എന്തുകൊണ്ട് ശത്രുവായി. എനിക്ക് ഒത്തിരി ശത്രുക്കളുണ്ട്. ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ എന്നെ കൊല്ലാൻ നടക്കുന്നവരല്ല, അവനെ ഇങ്ങനെ പറയുന്നത്, വേണ്ട വിളിക്കണ്ട പോട്ടെ. കാരണം ഒന്നാമത് എൻ്റെ ശരീരത്തിൽ നിന്ന് വരുന്ന മറവി, പല ആൾക്കാരെ ഞാൻ തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞിട്ട് ആരേക്കാന്ന് പോലും ഓർമ്മയില്ല. പല ചോദ്യങ്ങളും ഇങ്ങനെ വാട്സാപ്പിൽ കിടപ്പുണ്ട്, അതിന് തപ്പിപ്പിടിച്ചു പോയാൽ പോലും കാണാൻ പറ്റത്തില്ല. അപ്പൊ അനേകം ആൾക്കാർ വിചാരിക്കുന്നു ഇയാൾ മഹാ അഹങ്കാരി ആയതുകൊണ്ട് ഇനി ഇയാളോട് വർത്താനം പറയാനും വിളിക്കാനും പോകാതിരിക്കാനും അത്ര, അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട്. ഞാൻ നോക്കിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, എന്നൊരു ഹെൽപ്ലെസ്നെസ് അതിനകത്തുണ്ട്. പിന്നെ ദൈവം എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ, ഇതിനൊക്കെ പ്രവർത്തിക്കുന്ന ഞാനല്ല. കാരണം എന്നെ കൊണ്ട് പറ്റാത്ത തലത്തിലേക്ക് പലപ്പോഴും ഈ എന്നോടുള്ള മോറൽ ഡിമാൻഡ്,
ആ മോറൽ ന്യായപ്രമാണത്തിന്റെ ഡിമാൻഡ് ദാറ്റ് ഗോസ് ബിയോണ്ട് മൈ എബിലിറ്റി. ഓക്കെ, അപ്പൊ ഇച്ഛിക്കാത്തതിന് ആകയാൽ അതിനെ പ്രവർത്തിക്കുന്ന ഞാൻ എന്നിൽ വസിക്കുന്ന പാവം മാത്രം. എന്നിൽ എന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. Not even an element, an iota of goodness is there in my flesh. ഒരു അയോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീക്കിലെ ഏറ്റവും ചെറിയ അക്ഷരമാണ്. ഒരു കുഞ്ഞു കുനുപ്പാണ് ഐ. ഗ്രീക്കിലെ ഐ എന്ന് വാക്കുന്ന വാക്ക് അയോട്ട. ഓക്കെ, അത്രയും പോലും നന്മ വസിക്കുന്നില്ല. ഒരു എന്താ മലയാളത്തിൽ എങ്ങനെ പറഞ്ഞു, ഒരു നയാ പൈസയുടെ നന്മ നമ്മുടെ ഉള്ളിലില്ല. ഇതിനെയാണ് നമ്മൾ ഡിപ്രേവിറ്റി എന്ന് പറയുന്നത്. വി ആർ ടോട്ടലി ഡിപ്രേവ്ഡ്. ഓക്കെ, ടോട്ടലി ഡിപ്രേവ്ഡ്. ഡിപ്രേവ്ഡ് എന്ന് പറഞ്ഞാൽ there is nothing good in me. കർത്താവ് എന്നെ രക്ഷിക്കുമ്പം ഞാനൊരു ഫിൽത്തി ക്രീച്ചറാണ്. Absolutely nothing good in. അവ ഈ ജഡം എന്ന് പറയുന്ന ഈ സാധനത്തിൽ യാതൊരുവിധ നമ്മൾ എത്ര നന്മ ചെയ്യുന്നു എന്ന് വിചാരിച്ചാലും അതിനകത്തെല്ലാം തിന്മയാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത്. നമ്മൾ നന്മ ചെയ്യാൻ പോയാലും അത് തിന്മയായിട്ടാണ് അത് നമ്മൾ ദൈവത്തിന്റെ കണ്ണിന് മുമ്പിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. ഓക്കെ, അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? 18-ാം വാക്യം പറയുന്നു, എന്നിൽ എന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു, നന്മ ചെയ്യാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നില്ല. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മ എത്രയെ പ്രവർത്തിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ പ്രവർത്തിക്കുന്നത്? തിന്മ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ കർത്താവ് നമ്മളും തമ്മിലുള്ള വ്യത്യാസം നോക്കിയപ്പോൾ നമ്മുടെ വീട്ടില് അമ്മ അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ആരെങ്കിലും ഒരാൾ നല്ല മനോഹരമായിട്ട് കുക്ക് ചെയ്യുന്നു, രാവിലെ സാമ്പാറും ഒക്കെ ഉണ്ടാക്കുന്നു. ഈ കൊച്ചു പോയി സാമ്പാർ ഉണ്ടാക്കി എങ്ങനെ ഇരിക്കും? അതുപോലെയാണ് നമ്മൾ ഈ പണികളെല്ലാം ചെയ്യുന്നത്. നമ്മുടെ പണികൾക്കകത്തെല്ലാം ഒരു ഇംപെർഫെക്ഷൻ ഉണ്ട്. ഒരു നന്മയും അതിനകത്ത് വസിക്കുന്നില്ല. നമുക്ക് ആഗ്രഹമുണ്ടല്ലേ, പക്ഷെ അത് സാധിക്കുന്നില്ല. അതാണ് പൗലോസ് ഇവിടെ പറയുന്നത്. അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ ഓക്കെ, 20-ാം വാക്യം, ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്ന ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എൻ്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. അപ്പൊ ഈ പ്രമാണത്തെ ഞാൻ കണ്ടുപിടിക്കുകയാണ്. എന്തുകൊണ്ടാണ് എനിക്ക് നന്മ ചെയ്യാൻ പറ്റാത്തതെന്നുള്ളത്. അപ്പൊ എൻ്റെ അടുക്കൽ എനിക്കറിയാൻ വയ്യാത്ത ഒരു പ്രമാണം ഉണ്ട്. ഇവിടെ ഒരു ഭയങ്കര റിസർച്ച് ഉണ്ട് കേട്ടോ, ഒരു ഭയങ്കര റിസർച്ച്, സയന്റിഫിക് റിസർച്ച്. ഈ പൗലോസ് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കുകയാണ് എവിടെയാണ് എൻ്റെ ബുദ്ധി കൊണ്ട് എനിക്കിത് ഇഷ്ടമാണ്, ന്യായപ്രമാണം അനുസരിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്, ബുദ്ധി കൊണ്ട് ഞാൻ പാപത്തെ വെറുക്കുന്നുണ്ട്, പിന്നെ എവിടെയാണ് ഈ പാപത്തിന്റെ പ്രമാണം കിടക്കുന്നത്, ഇൻവോളണ്ടറി സിൻസിന്റെ ഉറവിടം എവിടെയാണ് എന്ന് പൗലോസ് ആത്മാവിൽ കണ്ടെത്തുകയാണ്. എവിടെയാണെന്നാ കണ്ടുപിടിക്കുന്ന അറിയോ? അതെന്റെ ശരീരത്തിലാണെന്നാണ് കണ്ടുപിടിക്കുന്നത്. That was a big revelation even for modern science. To explain human behavior, they look at our body functions, നമ്മുടെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ വികാരങ്ങളുടെ ഫ്ലോ, നമ്മുടെ ബ്രിങ്ങിങ് അപ്പിലൂടെ നമ്മൾ ആർജിച്ചെടുത്തത്, ഇങ്ങനെ നമ്മൾ അറിയാതെ തന്നെ നമ്മളെ രൂപപ്പെടുത്തിയെടുത്ത നമ്മുടെ ക്യാരക്ടർ. അപ്പൊ ശരിക്കും അതിനകത്തുള്ള പാപത്തിന്റെ എലമെന്റ് എന്ന് പറയുന്നത് വികാരങ്ങളിലാണ്, അത് ശരീരത്തിലാണ്, അത് മനസ്സുകൊണ്ട്
അത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് ലോജിക്കലായിട്ട് ചിന്തിച്ചാൽ ഇത് ഇങ്ങനെയാണ്. എൻ്റെ ഡിസിഷൻ അല്ല എൻ്റെ പാപം, എൻ്റെ കമ്പൽഷനാണ്. പാപം ചെയ്യുക എന്നുള്ളത് എൻ്റെ തീരുമാനമല്ല. പാപം ചെയ്യുക എന്നുള്ളത് എൻ്റെ മേലുള്ളൊരു നിവൃത്തികേടാണ്. ഇപ്പൊ തീരുമാനമെടുക്കുന്ന തലത്തിലല്ല പാപം ഇരിക്കുന്നത്. ദാറ്റ് മീൻസ് നോട്ട് ഇൻ ദ മൈൻഡ്. ആ മൈൻഡിലേക്ക്, നമ്മുടെ പ്രവൃത്തിയിലേക്ക് ഈ പാപം എന്ന തത്വം ഇറങ്ങി വരികയാണ്. അത് എവിടെ നിന്ന് വരുന്നു എന്ന് നോക്കുമ്പോൾ അത് ശരീരത്തിൽ നിന്നാണ് വരുന്നത്. കാരണം മൈൻഡിൽ ഒരിടത്തും പാപം ചെയ്യാനുള്ള മോഹമില്ല. ആ മോഹം ജനിക്കുകയാണ് ഒരു പ്രകൃതത്തിൽ നിന്ന്. മനസ്സിലാകുന്നുണ്ടോ? അതെങ്ങനെ പറയാൻ പറ്റും? ഞാൻ അതിന് എക്സാമ്പിൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന്, ഒരു മനുഷ്യൻ റോഡിലൂടെ പോകുമ്പോൾ ഒരു മനോഹരമായ ഒരു വീട് കാണുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു, അവനെ മോഹിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു വസ്തു കാണുന്നു, ഒരു വാഹനം കാണുന്നു. അപ്പൊ അവൻ്റെ ഉള്ളിൽ ഇതെനിക്ക് വേണം എന്ന് തോന്നുന്നു. ചില ആൾക്കാർക്ക് തോന്നുന്നു, ഓ ഇതൊക്കെ എന്തിനായി, നമുക്ക് ഏതെങ്കിലും വണ്ടി പോയാൽ പോരെ, നമ്മൾ വണ്ടി കയറി സ്റ്റാർട്ടാക്കി വണ്ടി ഓടിയാൽ പോരെ, എന്തിനാണ് അതിന് ഇത്രയും വലിയതെന്ന് ചിലർക്ക് തോന്നും. ഇത് തോന്നുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഞാൻ ഇതിങ്ങനെ ചിന്തിച്ചേക്കാമെന്ന് ഞാൻ തീരുമാനിക്കുന്നതല്ല. ആണോ? അല്ല. ഓരോരുത്തരുടെയും പ്രകൃതിയിൽ നിന്നാണ് ചിന്ത വരുന്നത്. മനസ്സിലായോ? അതായത് ജഡ സ്വഭാവമുള്ളവനാണ് ജഡത്തിനുള്ളത് ചിന്തിക്കുന്നത്. അപ്പൊ ചിന്ത എന്ന് പറയുന്നതും ജഡ സ്വഭാവത്തിന്റെ ഫലമാണ്. അപ്പൊ ശരിക്കും വില്ലൻ ചിന്തകളല്ല, ശരിക്കുമുള്ള വില്ലൻ ഈ ശരീരമാണ്. ആ ശരീരത്തിന്റെ സ്വഭാവമുള്ളവൻ പാപം മാത്രമേ ചിന്തിക്കാൻ പറ്റൂ. ശരിക്കും 7-ാം അധ്യായം വായിക്കുമ്പോൾ നമ്മുടെ ആ പാപത്തിന്റെ ഭീകരാവസ്ഥയും അതിന്റെ അടിമത്വവും നമുക്ക് മനസ്സിലാകുന്നു. ജഡത്തിൽ ഒരു നന്മയും വസിക്കുന്നില്ല. സോ ഫ്ലഷ് ഓൾവേസ് പ്രൊഡ്യൂസസ് സിൻ. പാപചിന്തകൾക്ക് ഒരു ഉറവിടമുണ്ട്. നമ്മൾ വിചാരിക്കുന്ന ചിന്തകൾ അങ്ങ് നന്നാക്കിയാൽ മതി എന്നാ. അതൊരിക്കലും നന്നാവില്ല. കാരണം നമ്മുടെ മോഹം നമ്മളോട് തന്നെയാണ്. അത് ഈ പ്രകൃതിയിലെ ഒരു മെക്കാനിസം. അത് നമുക്ക് നമ്മോട് തന്നെയുള്ള മോഹം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എൻ്റെ പക്കൽ ഉണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. അപ്പോൾ ഞാൻ ന്യായപ്രമാണത്തിൽ രസിച്ചുകൊണ്ടിരിക്കുക. എന്ത് നല്ല പ്രമാണമാണ് കർത്താവ് തന്നത്. എനിക്കാണെങ്കിൽ വചനം വായിക്കാതെ ഒരു സമാധാനമില്ല ബ്രദറെ. ഞാൻ രാവിലെ എഴുന്നേറ്റ് അരമണിക്കൂർ ബൈബിൾ വായിക്കും, ഇപ്പൊ ഇഷ്ടം പോലെ പ്രസംഗം കേൾക്കുന്നുണ്ട്, വചനം എല്ലാം നല്ല തറവായിട്ടുള്ളി നല്ല പോലെ രസിച്ചാ കേൾക്കുന്നേ, വേറൊന്നും കേൾക്കാറുമില്ല. പക്ഷേ ഈ ശരീരത്തിന്റെ പ്രവണതകളിൽ നിന്ന് രക്ഷപ്പെടുന്നില്ല. ദേഷ്യം വരേണ്ടപ്പോ നല്ലപോലെ ദേഷ്യം വരുന്നുണ്ട്, വരണ്ടാത്തപ്പോഴും വരുന്നുണ്ട്. അപ്പൊ എത്രമാത്രം നമ്മൾ ഈ കൽപ്പനകളിൽ രസിച്ചാലും, നമുക്ക് വരാനുള്ള വികാരങ്ങളെല്ലാം അതുപോലെ തന്നെ വരുന്നുണ്ട്. അതാണ് പൗലോസ് പറയുന്നത്, ഉള്ളം കൊണ്ട് ഞാൻ എത്ര സന്തോഷിച്ചാലും എനിക്കൊരു മാറ്റവും വരുന്നില്ല. നിങ്ങൾക്കറിയാമോ, പ്രസംഗിച്ച് കേട്ട് വർഷങ്ങൾ കഴിഞ്ഞാലും യാതൊരു മാറ്റവും മനുഷ്യന് വരുന്നില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ പാപത്തിന്റെ സോഴ്സായ നമ്മുടെ ജഡത്തെ കൈകാര്യം ചെയ്യാത്തതുകൊണ്ടാണ്. അതിനെ ക്രൂശിലേക്ക് വിടാത്തത് കൊണ്ടാണ്, പ്രൊട്ടക്ട് ചെയ്ത് പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് വിക്ടറി ഇല്ലാതെ പോകുന്നത്. ഓക്കെ, ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. അത് ഭയങ്കര എൻജോയ്മെന്റ് എനിക്ക്. എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. അതാണ് ഡിസ്കവറി. ഐ ഡിസ്കവേർഡ്. എവിടെ നിന്നാണ് ഈ സാധനം വരുന്നത്? ഇറ്റ് ഈസ് ഫ്രം മൈ ഓർഗൻസ്. ശരീരത്തിൽ നിന്നാണ്. അതെന്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ
അടിമയാക്കുന്നു. അപ്പൊ എന്നെ അടിമയാക്കുന്ന എൻ്റെ ശരീരം തന്നെയാണ്. ഈ ശരീരത്തിലുള്ള പാപത്തിന്റെ പ്രമാണമാണ്. ആ പാപ പ്രമാണത്തിനാണ് ഞാൻ അടിമയായിരിക്കുന്നത്. ഞാൻ ചെയ്യുന്ന വോളണ്ടറി സിൻസിനല്ല ഞാൻ അടിമയായിരിക്കുന്നത്. ഓക്കെ, അഡിക്ഷനിലുള്ളവരുണ്ടാകാം, പക്ഷെ അവർ പോലും അഡിക്ഷൻ എന്ന് പറയുന്നത് പോലും ആ ഒരു പാപം ചെയ്യുന്നത് കൊണ്ടല്ല അഡിക്ഷൻ ആകുന്നത്. ആ അഡിക്ഷനാണ് അവനെ കൊണ്ട് ആ പാപം വീണ്ടും വീണ്ടും ചെയ്യിപ്പിക്കുന്നത്. അല്ലേ? ഒരു സിഗരറ്റ് വലിക്കുന്ന പിന്നെയും പിന്നെ സിഗരറ്റ് വലിക്കുന്ന അവൻ്റെ ഉള്ളിൽ ഒരു കെമിക്കൽ ചേഞ്ച് നടക്കുന്നുണ്ട്. അവൻ്റെ ശരീരം നിക്കോട്ടിന് വേണ്ടി നിലവിളിക്കും. അവന് പിന്നെ അത് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥ വരിക. അപ്പൊ നിക്കോട്ടിൻ ഉള്ളിൽ ശരീരത്തിൽ ചെന്നിട്ട് വീണ്ടും വീണ്ടും ആ നിക്കോട്ടിന് വേണ്ടിയുള്ള ദാഹം ഉണ്ടാക്കും. പിന്നെ എൻ്റെ കൈ അറിയാതെ സിഗരറ്റിന് എടുത്തോട്ട് പോകും. ഇറ്റ്സ് എ കെമിക്കൽ. അഡിക്ഷൻസ് ആർ കെമിക്കൽ പ്രോസസ്സസ്. ഓക്കെ, അയ്യോ എൻ്റെ അവയവങ്ങൾ കാണുന്നത് അതെൻ്റെ അവയവങ്ങളിലുള്ള പാപ പ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. അപ്പൊ ഇത് കണ്ടുപിടിക്കുമ്പോൾ ഈ കെമിക്കൽ പ്രോസസ്സ്, നമ്മുടെ ഉള്ളിൽ നടക്കുന്ന കെമിക്കൽ പ്രോസസ്സ് ഇതാണ് അഡിക്ഷന് കാരണമാകുന്നതെന്ന് കണ്ടുപിടിക്കുമ്പോഴേക്കും നമ്മൾ നിസ്സഹായരായി പോകുന്നു. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും എന്നുള്ളൊരു കരച്ചിലേക്ക് നമ്മൾ വരുന്നു. നമ്മൾ ഡിപ്രൈവ്ഡ് ആണ് എന്ന് ബൈബിൾ പറയുന്നെങ്കിലും നമ്മുടെ ഡിപ്രൈവിറ്റി എന്ത് ആഴമുള്ളതാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ രക്ഷ നമ്മുടെ അകത്തുനിന്ന് വരില്ലെന്നും അത് രക്ഷയുടെ ഒരു തലത്തിൽ പോലും അത് നമ്മുടെ അകത്തുനിന്ന് വരുന്നതല്ലെന്നും ഓരോ പോയിന്റിലും രക്ഷകനാണ് എന്നെ രക്ഷിക്കുന്നതെന്നും എൻ്റെ രക്ഷ എനിക്ക് വെളിയിൽ നിന്ന് വരണമെന്നുള്ള കാര്യമാണ് ഈ വാക്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. അതായത് ഈ മരണകരമായ ശരീരത്തിൽ നിന്ന് എന്നെ ആരെങ്കിലും വിടുവിക്കണം. ദാറ്റ് മീൻസ് ഒരു ചതുപ്പിൽ താണു പോകുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന് പിടിച്ചു നിൽക്കാൻ ഒന്നുമില്ല. അവനങ്ങനെ കുഴിക്കകത്തോട്ട് പോകുമ്പോൾ അവൻ സ്വയം രക്ഷപ്പെടാൻ പറ്റില്ല. അവൻ എവിടെയെങ്കിലും കാലം ഉറപ്പിക്കാൻ പറ്റിയെങ്കിൽ മാത്രമേ അവൻ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അതാണ് ശരിക്കും, അല്ലെ? എവിടെയെങ്കിലും ഒരു കട്ടിയുള്ള ഒരു പ്രതലത്തിലേക്ക് അവന് ചവിട്ടാൻ എന്തെങ്കിലും പറ്റിയാൽ അവനൊരു രക്ഷപ്പെടാൻ ഒരു കാര്യം ആലോചിക്കാൻ പറ്റുള്ളൂ. ബിക്കോസ് എവറിത്തിങ് ഈസ് മഡി, അല്ലെ? അവിടെ സോൾഡ് ആയിട്ടുള്ള ഒന്നും ഇല്ലെങ്കിൽ അവൻ രക്ഷപ്പെടാൻ ഒരു നിവൃത്തിയില്ല. കൈ തൊടുന്നവരും കുഴിഞ്ഞു പോവുകയാണെങ്കിൽ. സോ ദ സാൽവേഷൻ ഹാസ് ടു കം ഫ്രം ഔട്ട്സൈഡ്. ആരെങ്കിലും വന്ന് അതിനെ തന്നെ വലിച്ചു പൊക്കിയെടുക്കണം. അത് ഓരോ സെക്കൻഡിലും കർത്താവിന്റെ കരത്തിന് മാത്രമേ എന്നെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. രക്ഷയ്ക്കായി നിലവിളിക്കുകയാണ്, കർത്താവെ എന്നെ രക്ഷിക്കണമേ. സോ എ സെയിന്റ് നോസ് എസെൻഷ്യലി ഹി കനോട്ട് സേവ് ഹിംസെൽഫ്. അവൻ കർത്താവ് മാത്രമേ അവനെ രക്ഷിക്കുകയുള്ളൂ. അതുകൊണ്ട് അടുത്ത വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിൽ എൻ്റെ പാപ പ്രവണതകളിൽ നിന്ന് അവൻ എന്നെ വിടുവിച്ചു.